ഞങ്ങളിപ്പോൾ ഉള്ളത് വണ്ടിപ്പെരിയാറാണ്. ഞങ്ങൾ കൊടൈക്കനാൽ പോകാൻ വേണ്ടി ഇന്നലെ ഒരു 3 മണിയായപ്പോൾ പ്ലാൻ ചെയ്തു, 4 മണിയായപ്പോൾ ഇറങ്ങി. അല്ല 4-5 മണി എങ്ങാണ്ടായപ്പോൾ ഇറങ്ങി. അപ്പോൾ ഞാനുണ്ട്, കിടുണ്ട്, തിളത്ത് വരച്ചിട്ട് വയ്യ. അണ്ണാണി പുറകിലുണ്ട്. വീഡിയോ ഒന്നും എടുത്തില്ല ഇന്നലെ. അപ്പോൾ ഇന്ന് വിചാരിച്ച് തണുപ്പ് കണ്ടപ്പോൾ വിചാരിച്ച് എടുത്തേക്കാണ്. രാവിലെ മിഠായിയോ? വേണ്ട, തണുപ്പ് നമ്മളിപ്പോൾ ഉള്ളത് കമ്പം മാർക്കറ്റാണ്. കമ്പത്തെത്തി. കമ്പത്ത് കാണിച്ചു. നമ്മൾ മാത്രമേ ജാക്കറ്റ് ഇട്ടിട്ടുള്ളൂ. ഉള്ളിയുടെ വില പറഞ്ഞിരുന്നത് കുറച്ച് മേടിക്കാം. അതേ മാർക്കറ്റ് ഇതിനകത്താ. അതിനകത്താണ് ഈ മാർക്കറ്റ്. എന്ത് രസമുള്ള പച്ചക്കറികൾ. വാഴയിലേ അണ്ണാണി വലിയ വെളുത്തുള്ളി. എനിക്കണ്ണാണി 2 കിലോ മേടിച്ചിട്ട് വേണാണി. എനിക്ക് വീട്ടിൽ പോയിട്ട് പൊളിക്കാൻ. എത്രയാക്കാ? കാക്കിൽ 60. കത്തി ആ കത്തി നല്ല കത്തിയായിരുന്നു. അപ്പുറം കണ്ട ഇത് നമ്മുടെ അവിടെ ഒക്കെ കിട്ടുന്ന മുരിങ്ങയില വെക്കുന്നേ. ഒരു പഴം വേണ്ട, എനിക്ക് മാർക്കറ്റ് കണ്ടാൽ മതി. മാർക്കറ്റ് കണ്ടാൽ മതി. മാർക്കറ്റ് കാണിച്ചോ? ഇത് മാർക്കറ്റ് സമ്മതിക്കത്തില്ല. കോലം പോട്ട് വെച്ചേക്കുന്നു. ഓ അവിടെ അതാ. ഊറ്റിയെടുക്കും. പാടം കൊക്കുകളിനെ കണ്ട. കൊക്കുപാടം, കരിമ്പിൻ തോട്ടം. അങ്ങനെ സ്വെറ്ററെല്ലാം ഊരിക്കളഞ്ഞു. നമ്മളൊരു പമ്പിലെത്തി നിൽക്കുകയാണ്. ഒരു 10 മിനിറ്റ് റെസ്റ്റ്, എന്നിട്ട് പോകും. നമ്മൾ ബൈക്കിലല്ലേ, അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തെടുത്തേ പോകാൻ പറ്റുള്ളൂ. ഇന്നെ ഇവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്.
ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇരിക്കാനുള്ള ഭയങ്കര തിരക്ക്. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇതിനകത്ത്. ഒരുപാട് ആൾക്കാർ കഴിക്കാനിരിപ്പുണ്ട്. ക്യാരറ്റ് ക്യാരറ്റ് കണ്ട അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ പാർക്കിംഗ് എന്ന്. നോ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ പാർക്കിൽ കയറരുതെന്ന്. പാർക്കിൽ കയറാനുള്ള സമയമായില്ല. ഇത് ഏത് ഭാഗ്യവാൻ താമസമായിരിക്കും ഈ പൈൻ മരങ്ങൾക്കിടയിൽ. കണ്ടത് എഴുതി വെച്ചേക്കുന്നത് നോ പാർക്കിംഗ്, പാർക്കിൽ കയറരുത്. എസ് പാർക്കിംഗ് എന്ന് എങ്ങും എഴുതി വെച്ചിട്ടില്ല. എസ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? എവിടെ? അതെവിടെ നിന്ന് കിട്ടിയാ? എന്തോടത്? എന്തോ ഞങ്ങൾ അടുത്ത പോകുന്നത് പൂപ്പാറ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലോട്ടാണ്. പൂപ്പാറയെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. ദേ കണ്ടോ, ഈ കൃഷിസ്ഥലങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് ഇനി പൂപ്പാറയിലോട്ട്. രാവിലെ കോടമഞ്ഞ് കാരണം ഇവിടുത്തെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ പോയി കാണാം. ഒന്ന് മന്നവന്നൂർ, രണ്ട് പൂപ്പാറ. രണ്ടും നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്, ഗ്രാമങ്ങളാണ്, കൃഷിയുള്ള ഗ്രാമങ്ങളാണ്. പോയി കണ്ടു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എൻ്റെ ചെറുതിലെ മന്നവന്നൂർ വന്നിട്ടുണ്ട് അച്ചാച്ചിയുടെ കൂടെ. പക്ഷെ ഓർമ്മയില്ല എനിക്ക് വന്നതായിട്ട് ഓർമ്മയുണ്ട്. എന്താ കണ്ടേന്ന് ഓർമ്മയില്ല. എന്തൊക്കെയോ കുറേ കൃഷികളുണ്ട് താഴെ. ഇതൊക്കെ എന്ത് കൃഷിയാണെന്നറിയത്തില്ല. താഴെ മറ്റേ ഗ്രാമത്തിൽ മാർക്കറ്റുണ്ട്. ഈ മാർക്കറ്റിൽ നല്ല പച്ചക്കറികളൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ സ്കൂട്ടിയിലായതുകൊണ്ട് അധികം പറ്റത്തില്ല. എന്തെങ്കിലും പച്ചക്കറി വിത്തൊക്കെ കിട്ടുമോ നോക്കാം. ബൈക്ക് എത്ര വർഷം ഓടിക്കണം? പെട്രോളിന്റെ മണമൊക്കെ വരുന്നുണ്ട്. ഇവിടെ പെട്രോൾ കുപ്പിയിൽ കിട്ടും. 1 ലിറ്ററിന് 136 രൂപ. അങ്ങനെയാണ് ഇവിടെ. മോനെ കണ്ടു എത്ര രൂപ ലിറ്ററിനപ്പോ? ലിറ്ററിനപ്പോൾ 140 കേട്ടോ. 140 സ്വന്തമായി പെട്രോൾ ഒഴിക്കുന്ന എണ്ണാണ്. ഇതാണ് അമ്മു. അമ്മു കിടോ അമ്മുനെ കണ്ടുപിടിച്ച. അമ്മു ഓ കൺഫ്യൂഷൻ ആയോ? നമ്മളെ വീട്ടിലെ പട്ടിയുടെ മണം കാണും എന്നെ. അതാ എന്നെ അമ്മുന് മണം കിട്ടി. അമ്മു ഞങ്ങള് ഫുഡ് കഴിക്കാൻ കയറിയിടത്തെ
ഈ ക്ലാസ്സിൽ നേരെ കാണുന്നതിൽ 11 പേർക്ക് കിടക്കാം. താഴെയിലാണെങ്കിൽ 4 പേർക്ക്. അതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടുണ്ടാവും. പിന്നെ ഫുഡ് ഹൗസ് അവിടെ ഉണ്ടാവും. അത് 1500 ചെയ്യാൻ പറ്റും. ഇതൊക്കെ കുറച്ച് റേറ്റ് ആവും. 80,000 ഞങ്ങൾ മാഗി കഴിക്കാൻ കയറിയതാണ്. മന്നവന്നൂരെന്നും പറഞ്ഞൊരു ഗ്രാമത്തിലെത്തി. തണുത്തണോ ഇറക്കുന്നുണ്ട്. എടാ അതോടാ ദിനോസർ. അവിടെ ദിനോസർ കണ്ടോ? ആ പിടിക്കാമേ, പാലയിട്ട് പിടിക്കാം. ഇവിടെ ഉള്ളവർക്ക് തണുപ്പുണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര തണുപ്പ്. കുളിരുന്നു. ഒരു നല്ല ഉൾഗ്രാമം, ഭയങ്കര രസം. പക്ഷെ ഒത്തിരി കേരള വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ ടൂറിസം ഭയങ്കരമായിട്ട് വരുന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ നിൽക്കുന്നതാണ് ഉള്ളി. ആഹാ, എന്ത് ഭംഗിയുള്ള ഗ്രാമം നോക്കി. താഴേക്ക് പൊയ്ക്കോണ്ടിരിക്കട്ടോ ഞങ്ങള്. എത്ര കൃഷിയാ, ഉള്ളി കൃഷിയൊക്കെ.